ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സിസ്റ്റം വാങ്ങിച്ചു. സിസ്റ്റം എന്നല്ല, ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ആപ്പിളിന്റെ മാക്ബുക്ക് പ്രോ ആണ്. ഇത് എനിക്ക് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഈ സംഗതിക്ക് സ്റ്റോറേജ് സ്പേസ് തീരെയില്ല. മെമ്മറി പെട്ടെന്ന് ഫുള്ളാവും. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് അറിയല്ലോ. കാരണം പുതിയൊരു കമ്പ്യൂട്ടറാണ്. ഞാൻ വിചാരിച്ചത് സാധാരണ എല്ലാ ഈ പറയുന്ന PC ലാപ്ടോപ്സിനും പോലെ മിനിമം ഒരു 16 അല്ലെങ്കിൽ ഒരു 12 GB എങ്കിലും കിട്ടും എന്നുള്ളത്. നോക്കുമ്പോൾ അന്ന് 8 GB മാത്രമേ ഉള്ളൂ. 8 GB യൂണിഫൈഡ് മെമ്മറി സ്റ്റോറേജ് ആണ്. അതായത് GPU-നും സാധാരണ ഫംഗ്ഷനാലിറ്റിക്കും വേണ്ടിയിട്ട് ഒരൊറ്റ ഗ്രാഫിക്സ്, ഒരൊറ്റ GPU മാത്രമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു സംഗതി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതായത് നിങ്ങളൊരു ആപ്പിൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ പണ്ട് എന്ന് പറയുമ്പോൾ ഒരു 10 വർഷം മുമ്പ് ഉള്ള ആപ്പിളിന്റെ പ്രൊഡക്ട്സിന്റെ അത്ര ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ടോ? ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ചു. ഞാനിപ്പോൾ ഒറ്റൊരു പ്രൊഡക്റ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഈ കാലാകാലങ്ങളായിട്ട് ആപ്പിൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതിന്റെ വെർത്ത് അല്ല എന്നാണ്. അതായത് കൊടുക്കുന്ന പൈസക്ക് വെർത്ത് അല്ല എന്ന് പറയുന്നത്. കാരണം ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവർ ഓരോ പുതിയ ഐഫോണിന്റെ കാര്യം തന്നെ നിങ്ങളുടെ ഓരോ പുതിയ ഐഫോൺ 14ഉം 15ഉം തമ്മിൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തപ്പി നോക്കേണ്ടി വരും. കാരണം ക്യാമറയുടെ പൊസിഷൻ അടക്കം ഓൾമോസ്റ്റ് സെയിം ആണ്. ക്യാമറയുടെ ക്വാളിറ്റി അടക്കം ഓൾമോസ്റ്റ് സെയിം ആണ്. സ്പെക്ക് മൊത്തം ഓൾമോസ്റ്റ് സിമിലർ ആണ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. അത് 14, 15 മാത്രമല്ല, അതിന് മുമ്പത്തെ മോഡൽ ഇപ്പം 13ഉം 14ഉം വെച്ച് നോക്കുകയാണെങ്കിൽ 14, 13നെക്കാട്ടി കുറച്ചും കൂടി ഒരു ഹൈറ്റ് വൈസ് കുറച്ചും കൂടി 13 ഇത്രയാണെന്നുള്ളത് 14 ഇത്ര ഉണ്ടാവും. ആ ഒരു അവസ്ഥയിലാണ്. അപ്പം നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ആ പൈസക്ക് വെർത്താണോ ആ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നോ. ഇപ്പം ഞാൻ യൂസ് ചെയ്ത പുതിയതായിട്ട് വാങ്ങിച്ച വേറെ PCസും അല്ലെങ്കിൽ ലാപ്ടോപ്സും വിൻഡോസ് റിലേറ്റഡ് ആയിട്ടുള്ള PC ലാപ്ടോപ്സ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം സ്റ്റോറേജ് സ്പേസ് ഇല്ല. പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആവുകയും ചെയ്യും. ഇതാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ അതിന് ഈ വീഡിയോ റെൻഡറിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആണ്. നമ്മളെ ഒരു കമ്പാരിസൺ ടെസ്റ്റ് ഞാൻ എൻ്റെ പഴയ ലാപ്ടോപ്പായിട്ട് വെച്ച് നോക്കിയപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ അല്ല പ്രീമിയർ പ്രോ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി, ഒരു പിക്ചറോ വീഡിയോ എന്തെങ്കിലും റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മാക്കിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കമ്പയർ ടു വിൻഡോസ്. അത് വിൻഡോസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള വിൻഡോസ് HP-ന്റെ പഴയ മോഡലാണ്, 2010 മോഡലാണ്. അതിൻ്റെ അകത്ത് വരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ അടുത്താണ് പറയാനുള്ളത്. വെൻ യു ആർ ചാർജിങ് യുവർ കസ്റ്റമേഴ്സ് വിത്ത് എ പ്രീമിയം പ്രൈസ്, ദേ ഡിസേർവ് എ പ്രീമിയം പ്രൊഡക്റ്റ്. ദേ ഡോണ്ട് ഡിസേർവ് എ സബ്സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് സ്റ്റീവ് ജോബ്സ് മരിച്ചതിന് ശേഷം ഇവരെ പ്രൊഡക്റ്റ് ലൈനപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാൻ പറ്റുന്നതാണ്. അതായത് ഒരു മെച്ചവും ഇല്ലാത്ത ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രൊഡക്ട്സ് ഓരോന്നിനും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവര് ഈ ഹെഡ്ഫോൺസ് എടുത്ത് കളഞ്ഞു, ചാർജിങ് കേബിൾ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പം എയർപോർട്സിന്റെ അകത്തും എന്തൊക്കെയോ മാറ്റം വരുത്തിയിട്ടാണ് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇറക്കാൻ പോകുന്നതെല്ലാം പറയുന്നുണ്ട്. അത് എന്ത് മാറ്റം, നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ very poor experience for me as a first time Apple buyer. very poor experience. കാരണം നമ്മൾ ഓൾമോസ്റ്റ് 1 ലക്ഷം കൊടുത്തിട്ട് ഒരു സിസ്റ്റം വാങ്ങിക്കുമ്പോൾ മിനിമം 12 GB സ്റ്റോറേജ് എങ്കിലും കിട്ടണം. 8 GB സ്റ്റോറേജ് എന്നാൽ ഇതിൻ്റെ അകത്ത് ഈ SSD കാർഡ് വെച്ച് നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് ഫയൽസ് ഒക്കെ അഡീഷണൽ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും ഇല്ല. ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം. സാധാരണ കമ്പ്യൂട്ടറിൽ ഈ ഒരു ഭാഗത്ത് SSD സ്റ്റോറേജിന്റെ എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് എല്ലാം ഉണ്ടാവും. ഈ കമ്പ്യൂട്ടറിൽ അതും ഇല്ല. കേട്ടോ, ആകെപ്പാടെ ഈ ഹെഡ്ഫോൺ കുത്താൻ വേണ്ടിയിട്ട് ഒരു ജാക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്സ് ഉണ്ട്. ഓക്കെ, വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. SSD സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അപ്പം വെരി സാഡ് ദാറ്റ് ഇതുപോലത്തെ ഒരു കമ്പനി, $1 ട്രില്യൺ കമ്പനി, ഓക്കെ, വേറെ പ്രൊഡക്ട്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സ് തന്നെയായിരുന്നു. സ്റ്റീവ് ജോബ്സ്
പിന്നെ വോസ്നിയാക്ക്. ഇവർ രണ്ടുപേരായിരുന്നു അതിൻ്റെ ഒരു ടെക്നോളജി വൈസ് ആയിട്ടുള്ളതും ഒരു മാർക്കറ്റിംഗ് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി കൊടുത്ത ഇവർ രണ്ടുപേരാണ്. പക്ഷെ ഇവർ രണ്ടുപേരും വോസ്നിയാക്ക് 2010 സമയത്ത് തന്നെ ആപ്പിൾ വിട്ട് പോയിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ജോബ്സ് സമീപകാലത്ത് 2017 അദ്ദേഹം ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം ടിം കുക്ക് വന്നതിന് ശേഷമുള്ള ഒരു പരിപാടിയാണിത്. അതായത് എങ്ങനെയാണെന്ന്, അതായത് സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കിയതിന് ശേഷമുള്ള ഒരു 5 വർഷ കാലയളവുണ്ട്. ആ 5 വർഷ കാലയളവും ഈ കാലയളവും ഇത് സ്റ്റീവ് ജോബ്സ് മാറി അല്ലെങ്കിൽ മരിച്ചുപോയ ഈ ഒരു കാലയളവ് വെച്ച് നോക്കുവാണെങ്കിൽ സെയിം ആണ് അവരുടെ അവസ്ഥ. ബിസാറായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഇറക്കും, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കുറേ അപ്ഡേറ്റ്സ്, ലിറ്ററലി ആർക്കും ഒരു യൂസും ഇല്ലാത്ത പ്രൈവസിയാണ് ഇവർ ഒരു കാലത്ത് ചൂണ്ടിക്കാണിച്ചത്. നമ്മളെ പ്രൈവസി, നിങ്ങളെ ഫോൺ ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. ഈ പെഗസസ് അറ്റാക്ക് എല്ലാം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹാക്ക് ചെയ്യപ്പെട്ട ഐഫോൺസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റും ഇവർ എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് പ്രത്യേകിച്ച് വലിയൊരു ഐഡിയ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൻഡ്രോയിഡ്, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണിലാണ്. ഈ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്തുള്ള പല ഫീച്ചേഴ്സും എൻ്റെ സുഹൃത്തിൻ്റെ ആപ്പിൾ ഫോണിൻ്റെ അകത്ത് 15 ആണ്, ലേറ്റസ്റ്റ് ആണ്, അതിൻ്റെ അകത്തില്ല. അവൻ എന്നിട്ട് വലിയ കാര്യത്തിൽ എൻ്റെ അടുത്ത് വന്ന് കാണിക്കട്ടെ ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഞാൻ പറഞ്ഞു ഇത് മാഷേ, ഇത് ഏതോ കാലം മുതൽ എല്ലാ ഫോണിൻ്റെ അകത്തുള്ള സാധനമാണ്. അത്രയ്ക്ക് സ്ലോ ആണ്. അതായത് ലിറ്ററലി ടെക്നോളജി വൈസ് ആയിട്ട് അപ്ഡേറ്റഡേ അല്ല ഇവർ. യാതൊരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഇവരുടെ പ്രൊഡക്ട്സിൽ കാണിക്കുന്നില്ല. എനിക്കിതൊരു റാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന മാതിരി എങ്ങനെ വേണമെങ്കിലും നിങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ I am extremely disappointed with my first purchase from Apple. വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. മീൻസ് അവരെ ചിപ്സെറ്റ് എല്ലാം ഈ പറയുന്ന സ്മൂത്ത് ആണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അവരെ OS കുറച്ചും കൂടി സ്മൂത്ത് ആണ്. പക്ഷെ സ്റ്റോറേജ് ഇല്ല, ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് SSD ഇടാനുള്ള ഒരു പോർട്ട് ഇല്ല. വളരെ മോശം എക്സ്പീരിയൻസ്. ഒരു 1 ലക്ഷത്തിനടുത്തുള്ള പ്രൈസ് പോയിന്റ് ഉള്ള ഒരു സംഗതി ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു എസസിന്റെ ഒരു ഗെയിമിംഗ് സിസ്റ്റം വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടിയും സ്റ്റോറേജ് എനിക്ക് കിട്ടും. ഇത് വളരെ മോശമായിപ്പോയി. സോ അതെനിക്ക് പറയണമെന്ന് തോന്നി. എത്ര പേർക്ക് കണക്റ്റ് ആവും, എത്ര പേർക്ക് റെസൊണേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇനി ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് അങ്ങനെ വാങ്ങിക്കില്ല. എനിക്ക് പണ്ട് മുതൽ ഈ കമ്പനീൻ്റെ പ്രൊഡക്ട്സിനോട് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് എനിക്ക് ഈ ഒരു സിസ്റ്റം കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെന്നുള്ളത് കൊണ്ട്, എല്ലാവരും ആപ്പിൾ ഭയങ്കര ഫാസ്റ്റ് ആണ് കമ്പയർഡ് ടു വിൻഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഡൂയിങ് വെൽ. ആൻഡ് ഇനി അടുത്ത് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം.